ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ. ഞാനിത് കുക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാം, പുലർച്ചെ 2 മണിക്ക്. ഞങ്ങൾക്ക് നല്ല വിശപ്പ് വന്നു കേട്ടോ. ഒരു പുലർച്ചെ 2 മണിയൊക്കെ ആയപ്പോൾ രാത്രി ഞങ്ങൾ നേരത്തെ കഴിച്ചതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് നല്ല വിശപ്പ് വന്നു. കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് നോക്കി, ഒരു രക്ഷയില്ല, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വേഗം ഫ്രിഡ്ജിലേക്ക് വന്നപ്പോൾ അവിടെ കപ്പയും ഉണ്ട്, അതുപോലെ ചിക്കനും ഉണ്ട്. അപ്പോൾ വേഗം കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ച് വേഗം യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ ഞങ്ങളിത് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ച് ഞാൻ ആദ്യം പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ. അതിൽ ഞങ്ങൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, അതുപോലെ ഗരം മസാലയും ചേർത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ 2 ഫ്ലേവറും എണ്ണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ 2 ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ നല്ല തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. നല്ല വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മളിത് ചിക്കൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഉള്ള ചിക്കനും അതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് വേഗം കുക്കറിലേക്കുള്ള പരിപാടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടൽ കപ്പ ബിരിയാണി കേട്ടോ ഞങ്ങളിത്. കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് ആവണം എന്നുള്ളൊരു ഇതിലായിരുന്നു, തട്ടിക്കൂട്ടലായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് എല്ലാം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേ കുക്കറിലേക്ക് മാറ്റി കേട്ടോ. ഈ കുക്കറിൽ നമ്മളൊരു 3-4 വിസിലാവാം കേട്ടോ, കാരണം ചിക്കൻ നന്നായിട്ട് വേണം. അതുകൊണ്ടാട്ടോ അങ്ങനെ വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സെൽഫിയൊക്കെ ഓണാക്കി കേട്ടോ, കാരണം ഉറക്കം തൂങ്ങരുതല്ലോ, അതുകൊണ്ടിട്ടൊരു സെൽഫിയൊക്കെ ഓണാക്കിയത്. അത് നമ്മളിതേ കുക്കർ സെറ്റാക്കി വേഗം അടുപ്പിൽ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് വന്ന കപ്പയും എടുക്കുക. അപ്പോഴേക്ക് ചിക്കൻ ദേ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ചിക്കൻ ഉടച്ച് നമ്മളതിൽ കപ്പയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് സെറ്റാക്കിയ ശേഷം നമ്മളിതേ ജസ്റ്റ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുക കേട്ടോ. അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കിപ്പറയല്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ കുറച്ച് പച്ച ഉള്ളി കൂടി വിതറി, ആഹാ എന്ത് ടേസ്റ്റ് അറിയോ. ശരിക്കും മല്ലിയിലയും ഒക്കെ വേണം കേട്ടോ. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു അതിഥി കേട്ടോ. പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ വന്നൊരു അതിഥി കേട്ടോ, ഒരു 6:30 വന്നൊരു അതിഥിയാണ്. ഇപ്പം വല്ലപ്പോഴാണ് ഇവിടെ മയിലിനെ കാണുകയെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഒന്നും കാണില്ല, എപ്പോഴെങ്കിലുമൊക്കെ വന്നാലായി അങ്ങനെ കേട്ടോ വരുള്ളൂ. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് തോന്നുന്നു ഇടയ്ക്കൊന്ന് വന്ന് കിടങ്ങാറുണ്ട് കേട്ടോ ആശൻ. അപ്പോൾ ഇതേ ഞങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അത് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ. എന്നിട്ട് ഇതേ അവിടെ നിന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ അങ്ങ് പറന്ന് പോയിട്ടോ ചെയ്തത് കണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്താൽ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതേ കപ്പ ബിരിയാണിയൊക്കെ സെറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതേ പ്ലേറ്റിലാക്കിയിട്ട് ഏട്ടന് സെർവ് ചെയ്തു കേട്ടോ. അങ്ങനെ ഏട്ടൻ ടേസ്റ്റ് നോക്കുകയാണ്. നമ്മളെപ്പോലെ രാത്രി കുക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ രാത്രി കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളിതേ കപ്പ ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്തു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.